ടേസ്റ്റ് ആൻഡ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അയിലക്കറി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഉലുവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിവിടെ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ. ഒരു 10 അല്ലി ചെറിയുള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറിയിൽ സവാള ചേർക്കുന്നില്ല, ചെറിയുള്ളി വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. സവാളിനെക്കാട്ടിയും ഒന്നും കൂടി ടേസ്റ്റ് മീൻ കറിയിലൊക്കെ ചെറിയുള്ളിയാണ്. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. ഈ സമയത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രീസ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിങ്ങനെ കട്ടയായി കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയ സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത ഉടയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ പൊടികൾ നേരിട്ട് ചേർക്കണേക്കാട്ടി ഒന്നും കൂടി ഒരു ടേസ്റ്റായി കിട്ടണം ഇങ്ങനെ ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആ മസാല നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ ആ എണ്ണയിൽ കിടന്ന് നല്ല വേവിച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ കറി ആവശ്യമുള്ളത് അതിനനുസരിച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിള വരുന്നതേ ഉള്ളൂ കേട്ടോ. ഈ സമയത്ത് ഞാൻ ഒരു കഷ്ണം മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതാക്കി നുറുക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ട് ഈ മുളകിട്ട മീൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മീൻ മുളകിടുമ്പോൾ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഉലുവ നമ്മൾ പൊട്ടിച്ചെടുത്താലും കറിയിലേക്ക് ഉലുവപ്പൊടി ചേർത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച അയില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് മത്തിയും ഒക്കെ മുളകിടാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ചൂടോടെ തന്നെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരുപാട് നേരം ഇങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് മതി നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ കേട്ടോ. അപ്പോൾ അത് നല്ല തിളമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മുടെ മീൻ കറി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം.